ഇപ്പോഴത്തെ കാലത്ത് നിങ്ങളോട് ആർക്കെങ്കിലുമൊക്കെ ശത്രുത തോന്നണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആരെയും ഉപദ്രവിക്കൊന്നും വേണ്ട. നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചാൽ മതി. സന്തോഷത്തോടെ സമാധാനത്തോടെ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശത്രുക്കളും തനിയെ ഉണ്ടാവും. അത് അത്ര ദൂരമൊന്നും പോണ്ട. നിങ്ങളുടെ ചുറ്റും ഉള്ള ആൾക്കാരില്ലേ, അവരുടെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് ശത്രുതയുണ്ടാവും. കാരണം എന്താ? നിങ്ങളുടെ വളർച്ചയുണ്ടല്ലോ അവരാഗ്രഹിക്കുന്നില്ല, തളർച്ച മാത്രമാണ് അവരുടെ ആഗ്രഹം. നിങ്ങളുടെ സന്തോഷം അവർക്കിഷ്ടമല്ല, നിങ്ങളുടെ സമാധാനം അവർക്കിഷ്ടമല്ല. എപ്പോൾ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കും. ചില ആൾക്കാരുടെ മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണിത്. അതിനൊരിക്കലും നമുക്കൊരു അസൂയ എന്ന പേരിട്ടിട്ടൊന്നും വിളിക്കാൻ പറ്റില്ല. അതൊരു അസുഖമാണ്, മാറാ രോഗമാണത്. മറ്റുള്ളവരുടെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം അതുകൊണ്ട് പോയിട്ട് ആളിക്കത്തിക്കൽ, അതൊരിക്കലും കിടത്താനോ അതൊരിക്കലും സമാധാനിപ്പിക്കാനോ നോക്കൂല. പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്ന ഒരുതരം മാനസിക വൈകല്യമാണത്. അങ്ങനെയുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കുക. അവരെ നമ്മൾ ചികിത്സിച്ച് കാര്യമില്ല. നമ്മൾ ചികിത്സിക്കേണ്ടത് നമ്മളെയാണ്. കാരണം എന്താ? അവരുമായിട്ടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോവാം. അതല്ലാണ്ട് അവരെ നമ്മൾ തോളോട് തോൾ ചേർത്ത് നടത്തിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഈ ഭൂമുഖത്ത് നിന്ന് മുകളിലോട്ടേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെല്ലാം നമ്മളങ്ങ് മാറ്റി നിർത്തുക. കാരണം നമ്മളെ മറന്നൊന്നും ജീവിക്കണ്ട. നമുക്ക് വലുത് നമ്മുടെ സന്തോഷമാണ്, അല്ലേ? അതാണ്.